ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രിയങ്ക കൊലക്കേസ് ഒന്ന് റീഓപ്പൺ ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. റീഓപ്പൺ ചെയ്യാനോ? എന്നുവെച്ചാ ചില കേസുകളിൽ അങ്ങനെ നടക്കാറുണ്ട്. കോടതി വിധിയിൽ അതിശക്തമായ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയാലോ അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ ഇതുവരെ ഇല്ലാത്ത പുതിയ തെളിവുകൾ എന്തെങ്കിലും എത്തിയാലോ, അങ്ങനെയൊക്കെ സംഭവിച്ചാലേ ഉള്ളൂ സാധാരണഗതി റീഓപ്പൺ ഉണ്ടാവൂ. എനിവേ, ചന്ദ്രശേഖരന്റെ അഡ്വക്കേറ്റ് നന്നായി സ്വാധീനിച്ചിട്ടുണ്ട്. മോളെ, ഞാനിത് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല. കഴിഞ്ഞുപോയിന്ന് പറയുന്ന ഒരു കേസ് വീണ്ടും വിചാരണയ്ക്ക് എത്തുമ്പോ രാധികയ്ക്കും വരുണനും ചിലപ്പോ ഒരിക്കൽ കൂടി കോടതിയിൽ ഹാജരാകേണ്ടി വന്നേക്കും. ചിലപ്പോ അതില്ലാതെ ഇരിക്കും. ഞാനത് മുൻകൂട്ടി പറഞ്ഞേ ഉള്ളൂ. കൃത്യമായ തെളിവുകളൊക്കെ മോള് ഹാജരാക്കിയതല്ലേ? ചന്ദ്രശേഖരനെ കുറ്റവാളിയെന്ന് ബോധ്യപ്പെട്ടതുമല്ലേ? പിന്നെ അവരെന്ത് തെളിവ് കൊണ്ടുവരാനാ? രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകള് എന്തൊക്കെയാ സൃഷ്ടിച്ചെടുക്കുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കേസ് റീഓപ്പണിങ്ങിന്റെ സ്വഭാവം മനസ്സിലായാലേ അതിന്റെ പ്രതിരോധം എന്തെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. മോളെ, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ? ചെറിയമ്മ പേടിക്കണ്ട, ഞാനില്ലേ. പണവും സ്വാധീനം ഉപയോഗിച്ച് എന്തെങ്കിലും കൃത്രിമം ചന്ദ്രശേഖരൻ ഉണ്ടാക്കി കാണും. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അല്ലാതെ വീണ്ടും ഒരിക്കൽ കൂടി എന്തായാലും കോടതിയിൽ കേസ് വരില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എതിർത്ത് തോൽപ്പിച്ചേ പറ്റൂ. ഈ പറഞ്ഞ മോൾ ആരാ? എന്റെ അനിയത്തിയല്ലേ? അവളുടെ കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്തല്ലേ. അതിലൊരു വീഴ്ച വന്ന അതെന്റെ ടോട്ടൽ കരിയറിന് തന്നെ നാണക്കേടാ. സോ എന്റെ അനിയത്തെ ഞാൻ രക്ഷിച്ചിരിക്കും. ഇതല്ല, ഇതിലും വലിയ സിറ്റുവേഷൻ വന്നാലും. മോളെ, എനിക്ക് വിശ്വാസ. വേറെ ആരായിരുന്നാലും ഈ കേസിൽ വരുണും രാധികയും കുറ്റവാളികളാണെന്ന് വിധി എഴുതും. മറിച്ച് തെളിയിച്ചത് നീയാ, നിന്റെ ടീമാ. എന്നാ ഓക്കെ, ഞാൻ അപ്പൊ ചെന്നട്ടെ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. എന്നിട്ട് ഞാൻ പറയാം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞ, ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് ഞാൻ തന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കാനല്ല. അതിനി പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല മോളെ. ശ്യാമയുടെ ടെൻഷനെ ദേ ഇപ്പൊ തുടങ്ങും. ടേക്ക് ഇറ്റ് ഈസി. രാധികയ്ക്കും വരുണനും ഒന്നും സംഭവിക്കില്ല, അതിന് ഞാൻ ഗ്യാരണ്ടി. അല്ല, അതെന്താ ഐസ്ക്രീം ഷോപ്പിൽ ഇരുന്ന് കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചത്? ഇവിടെ കഴിച്ചെന്താ കുഴപ്പം? ഓ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ എല്ലാരും ചെയ്യാറുണ്ട്. പക്ഷേ സൂര്യ ഫസ്റ്റ് ടൈമാ. അതെന്താ പ്രശ്നം എന്നറിയോ? സത്യത്തിൽ ഞാനിതൊക്കെ വേറൊരു ആംഗിളിലാ കണ്ടിരുന്നേ. ഒരു പൊതുസ്ഥലത്ത് നിന്ന് ഐസ്ക്രീം കഴിക്കുക, പരസ്പരം കോരിക്കൊടുക്കുക, ഇതൊക്കെ ഈ ലോല മനസ്സുള്ള ആളുകളുടെ ഓരോ കുസൃതിത്തരാന്നാ ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ. എന്നിട്ടിപ്പോ തിരുത്തിയോ? കുറച്ചൊക്കെ. ജീവിതം അത്ര ബുദ്ധിമുട്ടായിട്ട് ചിന്തിക്കേണ്ട ഒന്നല്ലെന്ന് എനിക്ക് മനസ്സിലായി. ലെറ്റ്സ് എൻജോയ്. കാണുന്നവർക്ക് എന്തു തോന്നും എന്ന ചിന്തയൊന്നും ഇനിയില്ല. നമുക്ക് എന്തു തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോ ഒരു കാര്യം ബോധ്യേ. എന്താ? ജീവിതത്തെ കുറിച്ച് എന്റെ സൂര്യ വളരെ കാര്യമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. അതായി ചേഞ്ച്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഈ പൊതുസ്ഥലത്ത് വെച്ച് എനിക്ക് ഐസ്ക്രീം കോരി തരൂ. അതിനെന്താ? ആളുകൾ കാണല്ലേ അപ്പോ? ആളുകളൊക്കെ പോവാൻ പറ.
എന്തു പറ്റി? നത്തിങ്. അത് വരുണിന്റെ ഏട്ടനും ഭാര്യയല്ലേ? അതെ. ചന്ദ്രശേഖരൻ പറഞ്ഞ ലിസ്റ്റിൽ ശത്രുവിന്റെ ലിസ്റ്റിൽ സൂര്യയില്ല. പിന്നെന്താ പെട്ടെന്ന് അവരെ കണ്ടപ്പോ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഏടോ ഗൗതം, ഞാനൊരു പോലീസുകാരനാ. എന്ന് പറഞ്ഞാ ഒരല്പം കുരുത്തക്കേടുള്ള പോലീസുകാരൻ. ആവശ്യമില്ലാത്ത വഴികളിൽ തന്റെ മനസ്സ് സഞ്ചരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാനും താനും തന്റെ അച്ഛനും കൂടി ഒരുപാട് മീറ്റിംഗ്സ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ പോലീസുകാർക്കൊരു കുഴപ്പമുണ്ട്. കൂടെ ഇരിക്കുന്നവൻ എത്ര പ്രിയപ്പെട്ടവനായാലും കുറ്റവാളിയെ നോക്കുന്ന അതേ കണ്ണുകൊണ്ട് അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒഴിഞ്ഞു മാറിയിരുന്ന് താൻ ചെയ്ത പല കോൾസും എനിക്ക് മനപ്പാടമാണ്. അക്കൂട്ടത്തിൽ താൻ ഏറ്റവും കൂടുതൽ ഫോൺ കോൾ ചെയ്തിട്ടുള്ളതും താൻ ആവർത്തിച്ചിട്ടുള്ളതുമായ പേര് കൽപ്പന എന്ന. റൈറ്റ്? സാർ, അത് പിന്നെ തന്നെ പോലുള്ള ഒരാളുടെ മനസ്സ് അളന്ന് തിട്ടപ്പെടുത്തുന്നതിൽ എനിക്ക് തെറ്റൊന്നും പറ്റില്ല.